എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വികാനന്ദൻ തൃശ്ശൂർ. പകലൊന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് നേരം കിട്ടിയില്ല. ഇന്ന് എൻ്റെ അമ്പലത്തിൽ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടായ കാരണം ഇപ്പോൾ ഞാൻ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് മുട്ടിശാന്തിക്ക് പോകുന്ന ഒരു ക്ഷേത്രമുണ്ടല്ലോ, കണ്ണൻ്റെ, അവിടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്നും നാളെയൊക്കെയായിട്ട് എനിക്ക് അവിടെ പൂജയുണ്ട്, അതിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചന്ദനച്ചാർത്ത് അഥവാ കളഭാഭിഷേകം. ഈ ചന്ദനവും കളഭവും ഒന്നാണോ? പലവരുടെയും സംശയങ്ങളാണ്. അപ്പോൾ ആ സംശയങ്ങളെ തീർക്കുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം ചന്ദനവും കളഭവും ഒന്നാണോ എന്നതാണ്. നമ്മളൊക്കെ കൂടുതലും കണ്ടിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന കളഭപ്പൊടി, മനസ്സിലായിട്ടുണ്ടോ? അതാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ കളഭം അതല്ല, ചന്ദനപ്പൊടിയും അതല്ല. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചന്ദനം എന്ന് പറയുന്നത് നമ്മൾ അരച്ചെടുക്കുന്ന ഒന്നാണ്, ഒരു മുട്ടിയാണ് ചന്ദനമുട്ടി. നമ്മൾ ചെറിയ ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു അമ്പലങ്ങൾക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഗാന്ധികളൊക്കെ ഇല്ല, അങ്ങനെയുള്ളിടത്തൊക്കെ ചന്ദനമുട്ടി കിട്ടും. ചെറിയത് അത്ര വന്ന് കിട്ടുള്ളൂ, നല്ല വിലയാണ്. അതെടുത്തിട്ട് അരച്ചിട്ടാണ് നമ്മൾ, ഗുരുവായൂരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മുട്ടികളാണ്, അത് അമ്മി പോലത്തെ ഇത് മുട്ടി ഇങ്ങനെ അരക്കുകയാണ്. അങ്ങനെ അതിൽ നിന്നിട്ട് അരച്ച് കിട്ടുന്ന ആ ചന്ദനമുട്ടി അരച്ച് കിട്ടുന്നതായിട്ടുള്ള ആ ഇതാണ് ചന്ദനം, മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ആ ചന്ദനം നമ്മൾ ചന്ദനമുട്ടിയിൽ നിന്നിട്ട് അരച്ച് എടുക്കുന്ന ആ ഇതാണ് ചന്ദനം. ഇനിയിപ്പോൾ കളഭം നമ്മൾ ചില കൂട്ടുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കളഭം. അപ്പോൾ ആ കളഭം കൂട്ട് എങ്ങനെയെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. മനസ്സിലായില്ലേ? ചന്ദനം എന്ന് പറഞ്ഞാൽ ചന്ദനമുട്ടി കിട്ടും, ആ ചന്ദനത്തിൽ നിന്ന് ആ മുട്ടിയിൽ നിന്ന് അരച്ചുണ്ടാക്കുന്നതാണ് ചന്ദനം. എന്നാൽ കളഭം ചന്ദനമല്ല, ചന്ദനത്തിൽ ചില വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്നതാണ് കളഭം. അപ്പോൾ ഈ കളഭം എന്ന് പറയുന്നത് നമ്മൾ ചന്ദനം അരച്ചതിന് ശേഷം പച്ചകർപ്പൂരം, മരുന്ന് കടകളിലൊക്കെ, പച്ചമരുന്ന് കടകളിലൊക്കെ, ആയുർവേദ കടകളിലൊക്കെ കിട്ടും പച്ചകർപ്പൂരം. ഈ പച്ചകർപ്പൂരം, അതേപോലെ തന്നെ കുങ്കുമപ്പൂവ്. ചില വീടുകളൊക്കെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളൊക്കെ പാലിൽ കുങ്കുമപ്പൂ, നിറം വയ്ക്കും, കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്താന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ കുങ്കുമപ്പൂവ്, പിന്നെ സ്വരാജനം. ഈ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമിനാണ് വില, ഗ്രാമനുസരിച്ചാണ് കൊടുക്കുക, നല്ല വിലയാണ്. അതുപോലെ ഗോരാജനം, അത് മില്ലി കണക്കാണ്, അതും നമുക്ക് മേടിക്കാൻ കിട്ടും കടയിൽ. ഈ 3 വസ്തുക്കളും കൂടി അരച്ച് കളപ്പത്ത് കൂടെ ചേർത്ത് കുഴച്ചുണ്ടാക്കുമ്പോഴാണ്, ചന്ദനത്തിൽ കൂടെ അരച്ച് ആക്കുമ്പോഴാണ് കളഭമായി മാറുന്നത്. ഇപ്പോൾ ഗുരുവായൂരാണ് പ്രധാനം കളഭാഭിഷേകം, ചന്ദന ചേർത്ത് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ഭഗവാന്റെ മുഖം ചേർത്തുന്നത് ചന്ദനത്തിലും മറ്റുള്ള ഭാഗങ്ങൾ ചേർത്തുന്നത് കളഭത്തിലുമാണ്. അപ്പോൾ ഇപ്രകാരമാണ് കളഭും ചന്ദനവുമായിട്ടുള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പോൾ ചെറുവക ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കളഭപ്പൊടിയാണ്, കടയിൽ നിന്ന് കിട്ടുന്ന കളഭപ്പൊടിയാണ് മേടിച്ച് ചേർക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കളഭം ചന്ദനം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ളതാണ്. ഗുരുവായൂരൊക്കെ ഇപ്രകാരമാണ് ചെയ്തു വരുന്നത്. പിന്നെ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയാണ് ചന്ദനച്ചാർത്തും കാര്യങ്ങളൊക്കെ നടത്തുക. അദ്ദേഹം മാതൃതുല്യമാണ്. മേൽശാന്തി എന്ന് പറയുന്നത് അമ്മയ്ക്ക് തുല്യമാണ്. അവിടെ ഇരിക്കുന്ന ദേവതയുടെ അമ്മയ്ക്ക് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്ത്രി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ച വ്യക്തി. ആ ആൾ ആരാണ്? പിതാവാണ്. അപ്പോൾ മാതാവ് സ്ഥാനമുള്ള മേൽശാന്തിയാണ് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ
മക്കളെ പോലെ അണിഞ്ഞ് ഒരുക്കുക. മുഖച്ചാർത്തൊക്കെ നടത്തി പട്ടാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുക്കുന്നതെല്ലാം മനഃശാന്തിയാണ്. അപ്പോൾ ഇതാണ് ചന്ദനവും കളവുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ആ സംശയം തീർന്നു എന്ന് ഞാൻ കരുതുന്നു. വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.